കൊണ്ടാണ് സഹസ്രാബ്ദങ്ങളിലൂടെ ഈ ധർമ്മം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി നിലനിന്നു. ലോക മതങ്ങളുടെ മാതാവ് എന്ന് വിവേകാനന്ദ സ്വാമിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ധർമ്മത്തിന്റെ ഇത്തരത്തിലുള്ള അന്യാദൃശ്യമായ കഴിവുകൾ. ഒരു അമ്മയെ പോലെ തന്നെ എല്ലാത്തരം മക്കളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടുന്നതെല്ലാം സാധിക്കുന്ന ഈ ധർമ്മം, ലോകത്തിന്റെ വഴികാട്ടിയായ ഈ ധർമ്മം ഇന്ന് മാത്രമല്ല പലപ്പോഴും ഇത്
വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഒരുപക്ഷെ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും വിശ്വസിക്കേണ്ടുന്ന തലം മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ്. മാതാ, പിതാ, ഗുരു, ദൈവം, ഇതാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്ന സന്ദേശം. അപ്പോ കാണപ്പെടുന്ന ഈശ്വരന്മാർ അമ്മയും അച്ഛനും ആചാര്യനുമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അവരെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന തിരിച്ചറിവിലാണ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഈ സംഗമത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കാൻ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ ആചാര്യന്മാരെ ഇതുവരെ രക്ഷിക്കാൻ നമ്മൾ തന്നെ സംഘടിക്കേണ്ട ഒരു ദുര്യോഗം എങ്ങനെ മതേതര ഭാരതത്തിൽ വന്നു? ഈ രാഷ്ട്രം മതേതരമാണ് ഭരണഘടനാപരമായിട്ട്. എല്ലാ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്കൊക്കെ തന്നെ മൗലിക അവകാശമായി നൽകിയിട്ടുണ്ട്. എത്ര ചെറിയ മതമോ ആയിക്കൊള്ളട്ടെ, ഒന്നോ രണ്ടോ അണിയായി ഉള്ളതാണെങ്കിൽ പോലും അവരുടെ എണ്ണം പരിഗണിക്കാതെ സ്വന്തം മതവിശ്വാസങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവർക്ക് മൗലിക അവകാശം കൊടുക്കുന്നുവെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അതിന് അവകാശമില്ല. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നില്ലേ എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ അക്ഷരം അറിയാവുന്നവർ പലരും, എഴുത്തുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പലരും, രാഷ്ട്രീയ പ്രവർത്തകര്, ഇങ്ങനെ പല തലത്തിലുമുള്ളവരെല്ലാം പേരെഴുതുമ്പോൾ പുരോഗമനത്തിന്റെ ഭാഗമായി അവരെല്ലാം ഛർദ്ദിക്കുന്ന ഒരു വാക്കുണ്ട്: ആൾദൈവങ്ങൾക്കെതിരെ ആൾദൈവങ്ങൾ തുറന്നു കാണിക്കപ്പെടുമോ, അല്ലെങ്കിൽ മറ്റേ ഈ തരത്തിലുള്ള വിശ്വാസം ആൾദൈവത്തിന് വഴി, ഇങ്ങനെ ആൾദൈവം എന്ന് കീഴവരെ മൂച്ചൊന്ന് ആവർത്തിക്കുന്ന മാതിരി ഇവിടുത്തെ എഴുത്തിനും പരാമർശങ്ങളിലും വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജനതയുടെ വിശ്വാസമാണ് ഈശ്വരൻ മേഘക്കിളികൾക്ക് മുകളിൽ എവിടെയോ രൂപവും നാമവും ഭാവവും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് വിശ്വസിക്കാമെങ്കിൽ, അതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലം വേണ്ട എങ്കിൽ, ഈശ്വരൻ ആരുടെ രൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായെന്ന് ഹിന്ദുവിന് വിശ്വസിക്കാനുള്ള അധികാരമില്ല. നമ്മെ സംബന്ധിച്ച് ഈശ്വരൻ മറ്റൊരു രൂപമല്ല. കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം വരെ കയറിയ ശങ്കര ഭഗവത്പാദർ ലോകത്തെ പഠിപ്പിച്ചത് ഈശ്വരനും മനുഷ്യനും ഭിന്നരല്ല എന്നല്ല. അതല്ലേ അദ്വൈത സിദ്ധാന്തം? ഓരോ മനുഷ്യനും ഈശ്വരനാണ്, മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടികളിലും ഈശ്വരാംശമുണ്ട് എന്നാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറയെങ്കിൽ ആളുകൾക്ക് ദൈവമാകാമല്ലോ. ആൾദൈവം എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കപ്പെടുന്നത് ഒരു ജനതയുടെ വിശ്വാസമാണ്. നമുക്ക് ആളുടെ എനിക്ക് എന്റെ അമ്മയെ ദൈവമായി കാണാം, അച്ഛനെ ദൈവമായി കാണാം, ആചാര്യനെ ദൈവമായി കാണാം. ഇവിടൊക്കെ ആളുകൾ തന്നെയാണ്. ആളുകളുടെ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കരുത് എന്നുള്ള ലോകത്ത് അത്തരം ആരാധനയെ നടന്നിട്ടുള്ളൂ. ആൾദൈവം എന്ന് പറഞ്ഞ് അഭാസിക്കുന്നവർ ചിന്തിക്കുക, യേശുദേവൻ ഭൂമിയിൽ അവതരിച്ചത് ആളായിട്ടല്ലേ? രണ്ട് കാലം വെച്ചല്ലേ ഭൂമിയിൽ നടന്നത്? ഭൂമിക്ക് മുകളിലല്ലോ നടന്നിരുന്നത്. ആളായല്ലേ ജനിച്ചത്, ആളായല്ലേ വളർന്നത്. ആദ്യ പ്രവാചകൻ തൊട്ട് അന്ത്യപ്രവാചകൻ വരെയുള്ളവർ ആളായല്ലേ ഭൂമിയിൽ ജനിച്ചത്, മനുഷ്യനായല്ലേ ജനിച്ചത്, മനുഷ്യനായല്ലേ വളർന്നത്, മനുഷ്യനായല്ലേ പ്രവചനങ്ങൾ നടത്തിയത്. ആൾ ദൈവം അപമാനമാണെങ്കിൽ ആൾ പ്രവാചകൻ അപമാനമാണോ? ആ രൂപത്തിൽ പറയാൻ ആർക്കെങ്കിലും നാക്കോർക്കുമോ? ഒരിക്കലല്ലേ പറയുള്ളൂ, പിന്നെ പ്രാവശ്യം പറയില്ലല്ലോ. സംഘടിത മതങ്ങളുടെ നേർക്ക് അവരിപ്പ രാത്രി എന്ന് പറഞ്ഞാലും രാത്രി എന്ന് പറഞ്ഞ് പുരോഗമനക്കാർ തടി തപ്പും. കാരണം എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചാൽ എന്റെ കഴുത്ത് എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് സംഘടിത മതവിഭാഗങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ ആ ആവേശവും ആവേഗവും കൂടെ എടുത്ത് പ്രയോഗിക്കേണ്ട ഹിന്ദുവിന്റെ മേലാണ്. അവിടെയാണ് ആ ദൈവം നമുക്ക് ആദ്യം പ്രതികരിക്കാനുള്ളത്, പ്രതിഷേധിക്കാനുള്ളത്. ആ ദൈവം എന്നുള്ളത് ഒരിക്കലും മോശമായി ഉപയോഗിക്കാനുള്ള പദമല്ല, ഒരു ജനതയുടെ വിശ്വാസത്തെ അപമാനിക്കാനുള്ള ഒരു പദമല്ല. ഏറ്റവും ശ്രേഷ്ഠമായ വാനരൻ നരനാകണം, നരൻ നരോത്തമനായ നാരായണനാകണം വിശ്വാസമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ആരാധന കൊണ്ട്, സ്വഭാവ ശുദ്ധി കൊണ്ട്, പ്രവർത്തന മികവ് കൊണ്ട് ഈശ്വരനായി വളരണം. വാനരൻ നരനാകണം, നരൻ നരോത്തമനായ നാരായണനാകണം, ശിവനെ ഭജിക്കണം, ശിവനായി തീരണം. തെറ്റെന്ന് പറയാൻ ആർക്ക് അവകാശം? എന്താ ടെസ്റ്റ് ട്യൂബിലിട്ട് തെളിയിക്കാൻ കഴിയുന്നതാ? ഈശ്വരന് രൂപമില്ല, നാമമില്ല, ഭാവമില്ല, മനുഷ്യനാകാൻ പറ്റില്ല, മരമാകാൻ പറ്റില്ല, മൃഗമാകാൻ പറ്റില്ല. എവിടെ നിന്ന് തെളിയിക്കുന്നു? അപ്പൊ അവരവർക്ക് തോന്നുന്നത് മാത്രം ശരി. ഞാൻ പിടിച്ച മയിലിന് കൊമ്പ് 2 എന്ന് ആർക്കും പറയാം. പക്ഷെ അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ആരാധന വ്യക്തിപരമാണ്. എനിക്ക് ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. ഞാൻ
നേരെയുള്ള ആക്രമണം. ഈ മണ്ണിലേക്ക് വന്ന വിദേശികൾ, പ്രത്യേകിച്ച് സായിപ്പന്മാര് എഴുതി വെച്ച കാര്യമുണ്ട്. ഭാരതത്തിൽ വന്നപ്പോൾ ഹിമാലയത്തിന്റെ ഔന്നത്യം കണ്ടിട്ട് ഞങ്ങൾ പരിഭ്രമിച്ചില്ല, സാഗരത്തിന്റെ ആഴം കണ്ടിട്ട് ഞങ്ങൾ പരിഭ്രമിച്ചില്ല. പക്ഷേ ഇവിടുത്തെ വേദങ്ങളുടെ ആഴം, ഗഹനമായ അതിന്റെ അറിവ്, അത് ഞങ്ങളെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതിന് ഉപരിയായിട്ട് സർവസംഘ പരിത്യാഗികളായ ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ, ചിലപ്പോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത, ഒരു കോണകമല്ലാതെ മറ്റൊന്നും സ്വന്തമായില്ലാത്ത സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാൽക്കൽ ചക്രവർത്തിമാർ വരെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു പുതിയ അറിവായിരുന്നു. അവിടെ അവർ പരിഭ്രമിച്ചിട്ടുണ്ട്. അവരുടെ നാട്ടിൽ സാധിക്കാത്തത് കുലമഹിമയോ സമ്പത്തോ ഒന്നും പരിഗണിക്കാതെ സർവസംഘ പരിത്യാഗികളായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാൽ കഴുകിച്ചു കൂട്ടാൻ രാജാക്കന്മാർ മത്സരിക്കുന്നിടത്ത്, അവരുടെ കാൽക്കൽ നമസ്കരിക്കുന്നിടത്ത് അവിടെ സായിപ്പന്മാർ അന്തം വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇങ്ങോട്ട് അതിനെ പൊളിച്ചെഴുതാനുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ കൊടുത്തത്. ആധുനിക വിദ്യാഭ്യാസം മെക്കാളെ മിനിറ്റ്സ് നടപ്പിലാക്കി കഴിഞ്ഞപ്പോ പഠിച്ചവരെ കണ്ട് നമ്മളെ കൊണ്ട് എന്ന് പറയിപ്പിച്ചു. ഒരു സന്യാസിയെ കണ്ടാൽ പണ്ട് ഓടിച്ചെന്ന് പൂജിച്ചിരുന്നവർ വിദ്യാഭ്യാസം നേടിയപ്പോ സന്യാസിയെ കണ്ടാൽ അകത്തേക്ക് വിളിച്ചൊരു അമ്മയെ ഭിക്ഷക്കാലം വരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഫലമായിരുന്നു വളരെ ആസൂത്രിതമായിട്ട് നമ്മളിലുള്ള ആചാര്യന്മാരോടുള്ള ഭക്തി തല്ലിക്കെടുത്തുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു. ഒന്നുകിൽ അകത്തേക്ക് പറയും അമ്മ ഭിക്ഷക്കാലം വരുന്നു, അമ്മയും മോശമായില്ല. കുട്ടി ഓർമ്മയില്ലെങ്കിൽ അമ്മ കുട്ടിയോട് പറയും സന്യാസിക്ക് വിളിച്ചു കൊടുക്കും. അങ്ങനെ ആധുനിക വിദ്യാഭ്യാസം സന്യാസ ധർമ്മത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ നോക്കിയപ്പോ ഈ ധർമ്മം നശിക്കാനുള്ളതല്ല, ഇത് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നശിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഒക്കെ നേടിയപ്പോഴും പിന്നീട് കാലം വന്ന് തിരിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ജനലക്ഷങ്ങൾ ആചാര്യന്മാരുടെ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. അവിടെ വീണ്ടും പരാജയത്തിന്റെ രുചി അറിഞ്ഞെങ്കിലും പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അമ്പലങ്ങൾക്കെതിരെ പറഞ്ഞപ്പോ അമ്പലം വളർന്നു, ആചാര്യന്മാർക്കെതിരെ പറഞ്ഞപ്പോ തളരുകയല്ല ചെയ്തത്. അവരുടെ മുന്നിലേക്ക് ജനലക്ഷങ്ങൾ, ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരടക്കം ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ കാൽക്കൽ നമസ്കരിച്ചപ്പോൾ അവിടെയും പരാജയപ്പെട്ടു. പക്ഷേ പരാജയം സമ്മതിക്കാനോ പിന്മാറാനോ തയ്യാറല്ലാത്തവർ പുതിയ പുതിയ അടവുകളുമായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ധർമ്മരക്ഷാ സംഗമത്തിന് പ്രസക്തി വരുന്നത്. നമ്മുടെ ആചാര്യന്മാരെല്ലാവരും ആരെങ്കിലും ഒരു 100 അനുയായികളെങ്കിലും 100 ശിഷ്യന്മാരെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ ആചാര്യന്മാരും ഭാരതത്തിൽ ദാനം ചെയ്യപ്പെടുന്നു എന്നുള്ള ദുര്യോഗത്തിൽ നിന്നാണ് ധർമ്മരക്ഷാ സംഗമത്തിന്റെ പ്രസക്തി. ജഗത്തൊരു ലോകം ആരാധിക്കുന്ന ജഗത്തൊരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഭവം നമുക്കറിയാം. ആദ്യത്തെയല്ല, അമ്മയുടെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന ഓരോ നാളുകളിലും ഇതുപോലുള്ള ഓരോ കുത്സിത ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയും. ഈ ധർമ്മരക്ഷാ സംഗമം ഇവിടെ ഇരിക്കുന്നത് ഇത് ആദ്യത്തേതല്ല എന്ന തിരിച്ചറിവിലാണ്. പക്ഷേ ഇത് അവസാനത്തേതാകും എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ ഇത് ആദ്യത്തേതല്ല, പക്ഷേ ഇത് അവസാനത്തേതായിരിക്കും എന്നൊക്കെ പറയാണ്. അത് പാലിക്കാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളോട് വന്നിട്ടുള്ളത്. എല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ആരുടെയോ വായിൽ നിന്ന് എന്തോ വീണു എന്ന് കേട്ടിട്ട് ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട കാഞ്ചി ശങ്കരാചാര്യരെ കൊലപാതകി എന്ന് മുദ്രകുത്തി നിറം പിടിപ്പിച്ച കഥകൾ എഴുതി പിടിപ്പിച്ചു. പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്ത് നട്ടപ്പാലിന് നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. നട്ടപ്പാലിന് നേരത്തെ ഏതോ വലിയ ക്രിമിനലിനെ പിടിക്കുന്ന ഭാവത്തിൽ കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സമാജത്തിലുണ്ടാകുന്ന വേദന ഈ നാട്ടിൽ പ്രശ്നമായിരുന്നില്ല. പത്രമാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച കഥകൾ എഴുതി. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ അദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് നിയമപീഠങ്ങൾ വിധിച്ചപ്പോൾ ഈ ചെയ്ത തെറ്റിന് ആര് പരിഹാരങ്ങൾ? ഒരു മാപ്പിനെ പറയാൻ നിറം പിടിപ്പിച്ച കഥകൾ എഴുതിയ പലർക്കും സാധിച്ചില്ല. പലരും പോസ്റ്ററുകൾ എത്തിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രചരണം നടത്തിയവരെ, കാഞ്ചി ശങ്കരാചാര്യർക്ക് എതിരെ പ്രചരണം നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. പോസ്റ്ററുകൾ വെച്ചു, പ്രകടനം നടത്തി, ഇത്തരത്തിലെല്ലാം അപമാനിച്ചു. ഇന്ന് അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നപ്പോൾ തിരിച്ച് മര്യാദയുടെ പേരിൽ ഒരു മാപ്പെങ്കിലും പറയട്ടെ. അവ ചിന്തിക്കുക, ഈ ഭക്തർക്കുണ്ടായ വിഷമം. ഒരു ധർമ്മമാണ് അവിടെ ആക്രമിക്കപ്പെട്ടത്. എല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ആശാനാം ബാപ്പുജിയെ പെണ്ണുപിടുത്തക്കാരനായി ചിത്രീകരിച്ചു. വളരെ എളുപ്പമാണ്. ഏതെങ്കിലും തരത്തിൽ എല്ലാവരെയും നികൃഷ്ടരായി ചിത്രീകരിക്കാൻ വളരെ എളുപ്പം. ആസൂത്രണം നടന്നപ്പോൾ അവിടെ പെണ്ണുപിടുത്തക്കാരനായി. ബാബ രാംദേവ്ജിയുടെ മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് മറ്റു പലതുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. സംഘടിതമായ ഭക്തരുടെ പരിശ്രമം കൊണ്ട് മാത്രം കാര്യമായ അല്ലെങ്കിൽ അവർ
വ്യക്തമായ അജണ്ടയുണ്ട്. അതുകൊണ്ട് അവർ കയറെടുത്തത്. അപ്പൊ മാധ്യമത്തിനെ മനസ്സിലാക്കാം, ഇന്ത്യ വിഷനെ മനസ്സിലാക്കാം, മീഡിയ വണ്ണിനെ മനസ്സിലാക്കാം, റിപ്പോർട്ടിംഗ് ചാനലിനെ മനസ്സിലാക്കാൻ അവരുടെ ഉദ്ദേശം എന്താ നമുക്കറിയാം. പക്ഷെ മനസ്സിലാകാത്തൊരു കാര്യം, ഈ കാണാൻ പറ്റൂന്ന് കേട്ടപ്പോ കയറെടുക്കാൻ പോയ വേറെ ചിലതിനെ പറ്റിയാണ് മനസ്സിലാകാത്തത്. അത് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? വിവരമില്ലാത്തത് തന്നെയാണ്. കാരണം അമ്മയുടെ ആയിരക്കണക്കിന് ഭക്തരെ എനിക്കറിയാം. അമ്മയുടെ കാൽക്കൽ നമസ്കരിക്കുകയും ആ കാല് കണ്ണീര് കൊണ്ട് കഴുകുകയും അമ്മയുടെ കടവലയത്തിൽ ഒതുങ്ങുമ്പോൾ ലോകം കീഴടക്കി ആത്മസായുധ്യം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഭക്തര് അതേ നിഷ്ഠയോടെ ഭക്തിയോടെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ മറക്കാതെ വോട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ഭക്തർ അമ്മയ്ക്കുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയാം. അപ്പോ ഈ കാലമറ്റപ്പോ കയറെടുത്തിട്ട് ഒരു പ്രസ്ഥാനം ഓടുമ്പോൾ അവർക്ക് വോട്ട് ചെയ്തവരെ പറ്റിയെങ്കിലും ചിന്തിക്കേണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനാർത്ഥിയായ ജനറൽ സെക്രട്ടറി തന്നെ മഠത്തിനെതിരെ കേസെടുക്കണം, അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ സംശയമാണ്. ഒരു ഇത്തിരി വോട്ട് കിട്ടാൻ എന്ത് നെറുകേടും ചെയ്യുന്ന ഈ കാലയളവിൽ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നവർ പോലും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളി നടത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട്. പിണറായി വിജയൻ ആരാധ്യനായതുകൊണ്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഗെയിലിന്റെ പുസ്തകമാണോ കേസെടുക്കണമെന്ന് പറയാൻ കാരണം? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ജസ്മി തിരുവസ്ത്രം ഊരിയപ്പോൾ എഴുതിയ ആമേൻ എന്ന പുസ്തകം പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ കേസെടുക്കണമെന്ന് എന്തേ പിണറായി വിജയൻ പറയാത്തത്? സിസ്റ്റർ മേരി ജോൺ എഴുതിയ നന്മ നടന്നവരെ സ്വസ്തി എന്ന പുസ്തകം പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടോ? അതിനെതിരെ കേസെടുക്കട്ടെ. ചിന്തിച്ചു നോക്കുക. മദർ തെരേസയെയും അവരുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയെയും പറ്റി അന്വേഷിച്ചുകൊണ്ട് മിഷനറി പോയിസൺ എന്നൊരു ഗ്രന്ഥം പുറത്തു വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിക്കട്ടെ. അത് ഇതൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഹിന്ദുക്കൾ അടിമകളാണല്ലോ, അവർക്ക് അവകാശമില്ല. അടിമകൾക്ക് അവകാശമില്ല. അടിമ കിടത്തിയിരിക്കുകയാണ് പാർട്ടികളില്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുന്ന എങ്ങനെയാണ്? ഞങ്ങളെ അടിമ കിടത്തിയിരിക്കുകയാണ്, ഇനി അവർ ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ ആടിക്കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ ഒരു കയവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് ഹൈന്ദവ സമാജം തെറ്റിദ്ധരിക്കുന്നിടത്തോളം കാലം നമ്മളെ കൊണ്ട് അവർ ആടിക്കളിപ്പിക്കുകയും ചെയ്യും, ചാടിക്കളിപ്പിക്കുകയും ചെയ്യും. വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇത്തരം സദസ്സുകളിൽ പരാമർശിക്കാൻ പാടില്ല എന്നാലും ഗതികേട് കൊണ്ട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കാത്തതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. അമൃത സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്ര മോശമാണ് അമൃത സ്ഥാപനങ്ങളെങ്കിൽ എന്തിനാ മിസ്റ്റർ പിണറായി വിജയൻ സ്വന്തം മകളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചത് എന്നതിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയൊരു സംശയം എന്റെ മനസ്സിൽ തോന്നിയത് എന്താന്ന് പറഞ്ഞാല്, ഈ താജ്മഹൽ നിർമ്മിച്ച ശില്പിമാരുടെ കൈകൾ വെട്ടിയതായി കേട്ടിട്ടുണ്ട്. കാരണം അവരിനി ഇതുപോലൊന്ന് വേറെ എവിടെ ഉണ്ടാക്കാതിരിക്കാൻ താജ്മഹൽ നിർമ്മിച്ച ശില്പികളുടെയൊക്കെ കൈകൾ വെട്ടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എന്റെ കുട്ടി പഠിച്ച് നന്നായി, ഇനി ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായ കണ്ട ചാത്തന്റെ പോകേണ്ടി മക്കളൊക്കെ പഠിച്ച് എന്റെ കുട്ടിയോടൊപ്പം വരും എന്നുള്ള ദുശ്ചിന്തയാണോ? ഇനി അത്ര ആൾക്കാർ ഉണ്ടാകരുത് എന്ന ചിന്തയാണോ ആ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ, ഇല്ലാതൊക്കെ കുറ്റപ്പെടുത്താൻ?
പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നടക്കുന്ന ഭവ്യമായ ചടങ്ങിലേക്ക് വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. മന്ത്രിമാർ. നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ. പ്രിയമുള്ളവരെ, ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യന് പോലും നമ്മുടെ ആവേശ തിരമാലകളെ അടക്കാൻ കഴിയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ധർമ്മരക്ഷാ സംഗമത്തിന് ഓരോ സനാതന ധർമ്മവിശ്വാസിയും എത്തിച്ചേർന്നിട്ടുള്ളത്. വിഷമിക്കാനല്ല, ആശ്വസിക്കാനല്ല, പടപ്പുറപ്പാടിന്റെ നാളുകൾ എണ്ണി തുടങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒഴിഞ്ഞെടുക്കുന്ന കസേരകളിലേക്ക് നിങ്ങൾ കയറിയിരുന്നു കൊണ്ട് ഈ സമ്മേളനത്തിന്റെ മുഴുവൻ ആവേശവും നിങ്ങളിലേക്ക് ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തണലുകൾ തേടിയല്ല നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വെയിലുകൾ നിറഞ്ഞ, തീക്കനലുകൾ നിറഞ്ഞ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഈ സൂര്യനെ സാക്ഷിയാക്കി ഈ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ഭാരതം ശീലമാക്കിയ സംസ്കാരം. ഈ മഹാസംഗമ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ധർമാചാര്യന്മാരെയും വിശിഷ്ടാതിഥികളെയും ആചാരാനുഷ്ഠാനങ്ങളോടെ വേദിയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നു. സന്യാസിവര്യന്മാരെ തുളസിമാല അണിയിച്ചും വിശിഷ്ടാതിഥികളെ ഷോളണിയിച്ചും വേദിയിലേക്ക് ആനയിക്കുന്ന ഈ സുമുഹൂർത്തത്തിൽ ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ വേദമന്ത്ര